നേതൃത്വത്തിൽ ചിങ്ങം 1 കർഷക ദിനം ആചരിച്ചു. ചിങ്ങം 1 ഐശ്വര്യവും സമൃദ്ധിയും നിറയുന്ന നാളുകളിലേക്ക് മലയാളികൾ പ്രതീക്ഷയോടെ കാൽവയ്ക്കുന്ന ദിവസം. കർക്കടകത്തിന്റെ വറുതിയുടെ നാളുകൾ പിന്നിട്ട് ഓണത്തെ വരവേൽക്കാനായി നാടൊരുങ്ങും. നീലശ്ശേരത്തെ പ്രമുഖ കർഷകനായ ശ്രീ ബാലൻ നാഗച്ചേരിയെ വാർഡ് കൗൺസിലർ ശ്രീമതി ബിന്ദു ആദരിച്ച് പൊന്നാടി അണിയിച്ചു. ചടങ്ങിൽ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് PTA വൈസ് പ്രസിഡന്റ് ശ്രീ വിനോദ് പൈനി, MPTA പ്രസിഡന്റ് ശ്രീമതി സിന്ധു, ശ്രീമതി ഇന്ദിര ടീച്ചർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ സഭ നടത്തി. ഉച്ചഭക്ഷണ പദ്ധതിയുടെ നടത്തിപ്പ് വിലയിരുത്താനും പോരായ്മകൾ പരിഹരിക്കാനും PM പോഷൻ സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായി സ്കൂൾ സഭ നടത്തി. ഹെഡ് മാസ്റ്റർ ശ്രീ ബിജു സാർ സ്വാഗതവും PTA പ്രസിഡന്റ് ശ്രീ ദീപു MV അധ്യക്ഷതയും വഹിച്ചു. യോഗത്തിൽ നീലേശ്വരം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശ്രീമതി P ഭാർഗവി ഉദ്ഘാടനം. സ്കൂൾ ഭക്ഷണ കമ്മിറ്റി അംഗങ്ങളും വാർഡ് മെമ്പർ ശ്രീമതി P ബിന്ദുവും കലാപ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കാനായി സ്കൂളിൽ ഒരു പച്ചക്കറി തോട്ടം തയ്യാറാക്കേണ്ടതിന്റെ ആവശ്യകത ഉയർന്നു. സ്കൂളിന്റെ ഭക്ഷണ നിർമ്മാണം, പോഷകാഹാര പദ്ധതി, രക്ഷിതാക്കളുടെ പങ്കാളിത്തം, വീട്ടിലെ ആഘോഷങ്ങൾ സ്കൂളിൽ എത്തിക്കൽ തുടങ്ങിയവയെ കുറിച്ച് ഭക്ഷണ ചാർജുള്ള ടീച്ചറുമായി ചേർന്ന് 5 അംഗ സംഘം സർവേ നടത്തിയിരുന്നു. സർവേ റിപ്പോർട്ട് സ്കൂൾ സഭയെ അവതരിപ്പിച്ചു. തുടർന്ന് കൃഷി ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പദ്ധതികൾ വിശദീകരിച്ചു. കാണികളെ വിസ്മയിപ്പിച്ച് സ്കിറ്റ്. നീലേശ്വരം GLP സ്കൂളിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് 4ാം തരത്തിലെ കുട്ടികൾ അവതരിപ്പിച്ച സ്കിറ്റ് കാണികളെ ഏറെ വിസ്മയിപ്പിച്ചു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില ഏടുകൾ ചേർത്താണ് സ്കിറ്റ് തയ്യാറാക്കിയത്. സ്കൂളിൽ പരിശീലനത്തിനെത്തിയ അശ്വിൻ മാഷാണ് സ്കിറ്റ് സംവിധാനം ചെയ്തത്. കുട്ടികളുടെ പ്രകടനവും വേഷവും ഒന്നിനൊന്ന് മെച്ചമായിരുന്നെന്ന് കാണികൾ അഭിപ്രായപ്പെട്ടു. സ്വാതന്ത്ര്യ സമര ചരിത്ര കഥകൾ നേരിൽ കാണാനും നാൾ വഴി മനസ്സിലാക്കാനും ഇത് ഏറെ ഉപകരിച്ചു. സുരക്ഷാ പരിശോധന നടന്നു. സ്കൂൾ സുരക്ഷ, ദുരന്ത നിവാരണ കമ്മിറ്റി എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂൾ സുരക്ഷാ പരിശോധന നടന്നു. AEO ശ്രീ സുരേന്ദ്രൻ മാസ്റ്റർ, BPC ഇൻചാർജ് ശ്രീ സനേജ്, ഫാക്കൽറ്റി ശ്രീ അനിൽ മണിയറ, BRC കോർഡിനേറ്റർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ആയിരുന്നു പരിശോധന നടന്നത്. കെട്ടിടത്തിന്റെ സുരക്ഷ, ക്ലാസ് മുറികളുടെ വൃത്തി, വേസ്റ്റ് മാനേജ്മെന്റ് തുടങ്ങിയവ പരിശോധനകൾക്ക് വിധേയമായിരുന്നു. സ്കൂൾ സുരക്ഷാ ക്ലബിന്റെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ അസാഡ് ഏരിയകളും ഡിസാസ്റ്റർ മാനേജ്മെന്റ് രീതികളും മാർക്ക് ചെയ്തു വെച്ചിരുന്നു. 3 നില കെട്ടിടത്തിന്റെ ഏറ്റവും ഉയരെ കൈവരിയിൽ ഗ്രിൽ പിടിപ്പിക്കേണ്ടതാണ് എന്ന കാര്യം സുരക്ഷാ കമ്മിറ്റി ശ്രദ്ധയിൽപ്പെടുത്തി. അതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാമെന്ന് GLPS നീലേശ്വരം സംഘടിപ്പിക്കുന്ന കുഞ്ഞോണത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞോണം 2025-26 കേന്ദ്രീയമായി ആഘോഷിച്ചു. PTA, MPTA, SMC കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തലേ ദിവസം തന്നെ ഓണസദ്യ തയ്യാറാക്കാനും ഓണപ്പൂക്കളം ഇടാനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. മാവേലിയുടെയും വാമനന്റെയും വരവ്, ഓണക്കളികൾ, കുട്ടികളും അമ്മമാരും അധ്യാപകരും ചേർന്ന് ഒരുക്കിയ തിരുവാതിരക്കളി, ഓണസദ്യ, ഓണപ്പൂക്കളം എന്നിവയൊക്കെ ചേർന്ന് കുഞ്ഞോണം വൈബായി മാറി. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനവും ഉണ്ടായിരുന്നു.